கவலை காற்றை கடலை மடக்கிய உன் அற்புத வார்த்தைகள் எந்த துணையாய் நிற்பதா எனக்கு இது கவலை. ஆராதனை இயேசுவுக்கு, ஆராதனை இயேசுவுக்கு. ஹൃദയം തുറന്ന് സ്തുതിക്കുമോ? ആരാധന യേശുവുക്ക്, ആരാധന യേശുവുക്ക്. ചേർന്ന് പാടുമോ? பாதையெல்லாம் அந்தகாரம் சூழ்ந்து கொண்டாலும் பாதை காக்க நேசருண்டு பயமே இல்லையே. பார்வோன் சேனை தொடர்ந்து வந்து சூழ்ந்து கொண்டாலும் பாதுகாக்க கர்த்தருண்டு பயமே இல்லையே. பாதையெல்லாம் அந்தகாரம் சூழ்ந்து கொண்டாலும் பாதை காக்க நேசருண்டு பயமே இல்லையே. வாழ்வோன் சேனை தொடர்ந்து வந்து சூழ்ந்து கொண்டாலும் பாதுகாக்க கர்த்தருண்டு பயமே இல்லையே. சேர்ந்து பாடுவோம். ஆராதனை இயேசுவுக்கு, ஷனரகனகனா. ஆராதனை இயேசுவுக்கு, போகம் துலவனகனா. ஆராதனை இயேசுவுக்கு, ஓ ஜீசஸ். ஆராதனை இயேசுவுக்கு. சக்தியோடு இருக்கக்கூடியவன் ஆராதனை கொடுக்குமோ? ஆராதனை இயேசுவுக்கு. ஆராதனை இயேசுவுக்கு, ஆராதனை இயேசுவுக்கு, ஆராதனை இயேசுவுக்கு. ശക്തിയോടെ യോഗ്യനായ ഭക്തനായതുകൊണ്ട് ശക്തിയോടെ സുരക്ഷായത്തിന്റെ സാന്നിധ്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് കഴിവല്ല കൃപയാണേ, ബലമല്ല ദയയാണേ. കഴിവല്ല കൃപയാണേ, ബലമല്ല ദയ. ശക്തിയോട് പാടുമോ? കഴിവല്ല കൃപയാണേ, ബലമല്ല ദയ. ഒരിക്കൽ കൂടി പാടുമോ? കഴിവല്ല കൃപയാണേ, ബലമല്ല ദയയാണേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. തോൽവികൾ വന്നതിനും യഹോവ നിസ്സിയായി. ഓ തോൽവികൾ വന്നതിനും യഹോവ നിസ്സിയായി.
കൃപയാണേ ബലമല്ല നിൻ ദയയാ ശക്തിയോടെ ചേർന്ന് പാടുന്നു കഴിവല്ല നിൻ കൃപയാണേ ഓ ബലമല്ല നിൻ ദയയാണേ ഓ എൽ ശദായ് കൂടെയുള്ളപ്പോൾ ശമനഗണഗണഗ അസാധ്യതകൾ മാറിപ്പോയി ദൈവമേ എന്റെ കരങ്ങളിൽ വഹിച്ചവനേ ഓ യവനേശ്വരൻ ദൈവമേ എന്റെ കരങ്ങളിൽ വഹിച്ചവനേ ചെറുപടുവോ കഴിവല്ല കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിൻ ദയയാണേ കൃപയാണേ ബലമല്ല നിന്റെ ഒരിക്കൽ കൂടി ശക്തിയോടെ കൺഫസ് ചെയ്യുന്നു കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല നിന്റെ ഒരിക്കൽ കൂടി ചേർന്ന് പാടുന്നു കഴിവല്ല നിൻ കൃപയാണേ ബലമല്ല ശക്തിയോടെ കരങ്ങളടിച്ച് ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ രാജാധിരാജാവായി വേഗം വരുന്നവൻ. ഹല്ലേലൂയ, അവന്റെ കർത്താവിൻ കർത്തൻ, അവന്റെ
രാജാതി രാജാവ് അവന്റെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ മരണത്തിന് പോലും അവസാന ശത്രുവായിരുന്ന മരണത്തിന് പോലും അടക്കി വെക്കുവാൻ കഴിയുന്നവനെ മൂന്നാം നാൾ ശത്രുവിന്റെ സകല ബലത്തെയും തകർത്തെറിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറേണ്ടതിനായി പിതാവിന്റെ ഭാഗം തിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ അവൻ വേഗം വരുന്ന ദൈവമായതുകൊണ്ട് പണിവാൻ ശക്തനായ അവനാകയാൽ സ്തുതിച്ചാട്ടെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ ജ്വാല പോൽ വിളന്നിറങ്ങി വാ
ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ശബ്ദമുണ്ടാകാം സഖിയത്തിയേ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ശക്തിയോർത്തമാണോ ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ സഖിയത്തിയേ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മനദിയായൊഴുകി എന്നിലെന്നു വാ ഓ ആത്മശക്തിയായൊഴുകി എന്നിലെന്നു വാ ഓ ആത്മനദിയായൊഴുകി എന്നിലെന്നു വാ ഓ ആത്മനദിയായൊഴുകി എന്നിലെന്നു വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ Shudamare
ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പാടുമോ? ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, മഴ പോലെ ആത്മശക്തി ഞങ്ങളുടെ മേൽ കർത്താവേ ഇന്ന് പകർന്നതിനാ നന്ദി. അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. അങ്ങ് രാജാതിരാജ, അങ്ങ് കർത്താതി കർത്താവാണ്, അങ്ങ് ദേവാദി ദേവനാകിയ ഓ കർത്താവേ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാദി ദേവനും അങ്ങ് മാത്രമാകിയാൽ ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം കർത്താവേ ഇന്ന് പകൽ ആത്മശക്തിയെ ഓ തന്റെ ജനത്തിന്മേൽ പകർന്നതിനാ ഓ വലിയ വാഞ്ചയോടെ, വലിയ ആഗ്രഹത്തോടെ, ആർത്തിയോടെ ഓ ഇന്ന് അങ്ങയോട് നിലവിളിക്കുന്ന, അങ്ങയോട് പ്രാർത്ഥിക്കുന്ന തന്റെ മക്കളുടെ മേൽ അത്യുന്നതന്റെ ശക്തിയെ പകർന്നിരിക്കുകയാ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങ് ശക്തമായി ഞങ്ങളോട് സംസാരിക്കണം. അങ്ങ് സംസാരിക്കുക മാത്രമല്ല, അങ്ങ് സംസാരിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ കർത്താവേ, അങ്ങയുടെ ദൂതുകൾ കേൾക്കുമ്പോൾ തന്നെ ആ ദൂതുകളുടെ പ്രവൃത്തി കൂടെ കർത്താവേ നടക്കുന്നത് കാണുവാൻ, അനുഭവിക്കുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. വലിയ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. ആഗ്രഹിക്കുന്നവനെ തൃപ്തി വരുത്തുന്നവൻ ഓ ആലുക ഇന്ന് തൃപ്തിയോടെ മടങ്ങത്തക്ക രീതിയിൽ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലതും വേഗം വരുന്നവനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മനോജം വേഗം മുമ്പോട്ട് വന്നോട്ടെ. Hallelujah. Praise the Lord. How many of us are happy today? Hallelujah. Hallelujah. നമുക്കിത് നല്ലൊരു ആരാധന എന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരാധനയ്ക്ക് ലീഡ് ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന എൻ്റെ മക്കളേക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് Psalm 103 സങ്കീർത്തനങ്ങൾ 103 നമുക്ക് പ്രതിവാക്യമായിട്ട് വായിക്കാം. Nitin will lead us in leading. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം.
ലാസ്റ്റ് വേഴ്സ് നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ വായിക്കും. ഫസ്റ്റ് വേഴ്സ് നിതിൻ വായിക്കും, സെക്കൻഡ് വേഴ്സ് പ്രതിവാക്യമായിട്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവരുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകിനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർജിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകർക്കായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവേൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. It's a call to praise the Lord. Intellectually, we know how to praise the Lord, right? We have been worshipping the Lord, right? But psalmist എന്താണ് പറയുന്നത്? ഇത് ഡേവിഡിന്റെ ഒരു സങ്കീർത്തനമാണ്. എന്താണ് ഡേവിഡ് പറയുന്നത്? What kind of praise we should have? എങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ്, എങ്ങനെയുള്ള ഒരു ആരാധനയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്? What kind of a praise he is expecting us to? From the innermost being, എൻ്റെ അന്തരംഗമേ യഹോവയെ സ്തുതിക്കുക. നമുക്ക് ബുദ്ധിപൂർവമായിട്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. സൺഡേയിൽ ആത്മാവിൽ നമുക്ക് ആരാധിക്കാൻ സാധിക്കും. എന്നാൽ എൻ്റെ അന്തരംഗം എടുത്ത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എല്ലാ ദിവസവും, എല്ലാ നിമിഷവും? നമ്മൾ ബുദ്ധിജീവികളാണ്. We are intellectuals. We are trying to praise the Lord with our intellect. That's okay. But what God is asking us today is to praise Him with our innermost being. Sarvandarangame Yehove vaarthuga. That means to love the Lord with all my strength, with all my heart, with everything that I have. ആ ആരാധന എൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം. കുറച്ചുപേര് പാടിയോണ്ട് ഞാൻ പാടുക എന്നുള്ളതല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോടുള്ള ആരാധനയോട് praise ചെയ്യണം. That's what God wanted us to. From our innermost being. How can we do that? From our love relationship, when we love Him with all strength and energy, with all our mind and all our strength, we'll be able to worship Him. That is the call for today. It is the call not just for Sundays, for every days to worship Him. അവന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ആരാധിക്കാൻ സാധിക്കും. നമ്മുടെ ആരുടെ നിഴലിലാണ് നിൽക്കുന്നത് എന്നുള്ള, നമ്മുടെ കഴിവിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവാന്ന് വിചാരിക്കും. നമ്മൾ പാടിയതുപോലെ അവന്റെ കൃപയാലാണ്.
പലപ്പോഴും നമ്മൾ മറന്നുപോകും. റൈറ്റ്? അവന്റെ കൃപയാലാണ് നമ്മൾ നിൽക്കുന്നത്. അവന്റെ കൃപയിൽ, അവന്റെ നിഴലിൽ നിൽക്കുമ്പോൾ നമുക്ക് ആരാധിക്കാൻ സാധിക്കണം. ആരുടെ നിഴലിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധത്തിൽ നിൽക്കാൻ സാധിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം എന്താണ് പറയുന്നത്? Forget not all his benefits എന്നാണ് പറയുന്നത്. മലയാളം എന്താണ് വായിക്കുന്നത്? അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കണം. അവന്റെ ഉപകാരങ്ങൾ നമ്മൾ ഓരോന്നും കൗണ്ട് ചെയ്യുമ്പോൾ, when we look at that, as I said earlier, we are always tempted to say what our problems are, what we have not, but he is asking us to look at the benefits he has already bestowed upon us and praise him. Hallelujah. That is a intelligent effort. It is a ഒരു നമ്മൾ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്ന ഒരു എഫേർട്ടാണ് നമ്മുടെ ബെനിഫിറ്റ്സിനെ നോക്കി പ്രൈസ് ചെയ്യുവാൻ. Otherwise we are tended to look at things which are troubling us, tended to look at what happened in the past. This will happen to us. This happened to such and such person, so this will happen to us. So the world and the media and everybody, your family will tell everything that this will happen, but you are looking at the benefits you have received in the past and continue to bless him and praise him. Hallelujah. മൂന്നാമത്തെ വാക്യം, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ, he forgives all your sins. It is written in, not in past tense. He has not forgiven എന്നുള്ളതല്ല എഴുതിയേക്കുന്നത്. He forgives all your sins. That means it's a continuous tense. He continues to forgive you even though you fall, because we are human beings. We don't have the license to do everything, but we may fall. We need to come, because as a child of the Father, we need to come to him and say, Lord, I am sorry for this. Ask forgiveness, because he forgives your sins. നമ്മൾ എത്ര പാപത്തിന്റെ ഇതിൽ വീണാലും അവൻ ക്ഷമിക്കുവാൻ തയ്യാറാണ്. സോ ആ ഒരു പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. We need to know that he is a God who forgives all our sins. He has forgiven our sins through the Adamic sin when we came to the Lord, when we accepted the Lord. But we continue to come to him whenever we fall, in our temptations, in our trials, in our challenges, because he is a God who forgives all our sins. Verse 8 and 9 ഒന്ന് വായിക്കാമോ? യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. എന്നേക്കും ഭത്സിക്കുകയില്ല എന്ന മലയാളത്തിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ NIV പറയുന്നത്, he will not always accuse you. Who is the accuser of the brother? നീ അത് ചെയ്തില്ലയോ, നീ ഇത് ചെയ്തില്ലയോ, നിന്റെ പാപങ്ങളെ എടുത്ത് കാണിക്കുന്ന accuser. Who is that? It is not God who is telling you. Jesus has already taken everything from you, and he says he is a God who forgives you. Right? When you hear the voice of accusation of the past mistakes, past things in your life, it is not from him. It's not from God. He will not always accuse you, nor will he harbor his anger forever. അതെപ്പോഴും ദൈവത്തിന് അവൻ്റെ മക്കളെ തെറ്റ് ചെയ്യുമ്പോൾ അവന് വിഷമമുണ്ട്, പ്രയാസമുണ്ട്. അവനെ ഡിസോബേ ചെയ്യുമ്പോൾ അതിൻ്റെതായ ആങ്കർ ഉണ്ട് അവന്. പക്ഷേ he doesn't keep it for long. He doesn't keep a record of all those. അത് കഴിഞ്ഞ് പറയുന്നതാണ്, he does not treat us as our sins deserve or repay us according to our iniquities. He is not going to treat us. നമ്മുടെ പാപത്തിൻ്റെതായ ഡിസേർവ് ചെയ്യുന്ന പണിഷ്മെന്റ് അല്ല അവൻ ചെയ്യുന്നത്. He does not count on that, and he does not repay us according to what we are supposed to receive us.
Such a loving ഗോഡിനെയാണ് ദാവീദ് പറയുന്നത് നമുക്ക് വർഷിപ്പ് ചെയ്യാൻ സാധിക്കണം. അവന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നാ പറഞ്ഞേ, തിയറിയിൽ നിന്നല്ല പറഞ്ഞേ. അവൻ പറഞ്ഞ എന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് അവൻ. He heals all our diseases. നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ പറയുമോ, പ്രാർത്ഥിക്കാൻ പറയും, മറ്റുള്ളവരെ ആശ്രയിക്കും, പലതിനെ ആശ്രയിക്കും. But he is a God who heals all our diseases. We continue to claim that. This is his promise. This is his word. ദാവീദിനെ പോലെ പറയാൻ സാധിക്കണം എനിക്ക്. When I get even a small things in my life, I need to say he heals all our diseases. He heals Manoj's diseases എന്ന് പറയാൻ സാധിക്കണം. നമ്മുടെ പേരെടുത്ത് ആ വചനം ക്ലെയിം ചെയ്യാൻ സാധിക്കണം ദാവീദിനെ പോലെ. Then verse 4. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നവനായ ഒരു ദൈവമാണ്. First, he is a God who forgives us. He is a God who heals us. A God who redeems us. നമ്മുടെ കുഴിയിൽ, നാശകരമായ കുഴിയിൽ നിന്നും നമ്മളെ കരകയറ്റുന്നവനായ ഒരു ദൈവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കുഴിയിൽ പോകാറുണ്ട്. പിന്നെയും ചിലപ്പോൾ തിരിച്ച് ആ കുഴി തന്നെ ചാടും പലത് തപ്പിപ്പോകുമ്പോൾ. പക്ഷേ he is the one who lifts us up from the miry clay. And then he says he is a Lord who crowns you with love and compassion. ദയയും കരുണയും കൊണ്ട് അവൻ നമ്മളെ ക്രൗൺ ചെയ്തേക്കുക. അല്ലാതെ അത് സബ്സിഡി ആയിട്ട് ഒരു പ്രീമിയം ആയിട്ട് തരുവല്ല. He continues to crown us with his love and compassion. അത് വളരെ വ്യക്തമായിട്ട് ദാവീദ് പിന്നെയും പറയുന്നുണ്ട്. വേഴ്സ് 4 13ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെയുള്ള കരുണയാണ്. അതിനേക്കാൾ അപ്പുറമായിട്ട് ഹ്യൂമൻ ഫാദേഴ്സ് ഹാവ് ലിമിറ്റേഷൻസ്, ബട്ട് ഹി ഈസ് എ ഡിവൈൻ ഫാദർ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഈച്ച് വൺ ഓഫ് us. More than what we can think and imagine. അവന് നമ്മളെ കുറിച്ചൊരു കരുതലും കാവലും ഉള്ളവനാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്ലാൻ നമ്മുടേതായ എല്ലാം ആണെന്നുള്ളത്. But he is a God of compassion and love. He is like a father, more than a father, human father. He has compassion on each one of us. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവനെ ഭയക്കുന്നവരെ അവന് കൂടുതൽ കമ്പാഷൻ ഉണ്ട്. അവൻ ഔട്ട് ഓഫ് റെവറൻഷ്യൽ ഫിയർ. When we love him, we can experience more of his compassion. That is his character, that is his quality. Okay, verse 17. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. Okay, so Lord's love is not only with us, but also with the generations that to come. അവന്റെ സ്നേഹവും അവന്റെ നീതിയും. He is a God of justice. He wanted to pour out that love and justice to our generations to come. നമ്മൾ കാണാതായിട്ടുള്ള ജനറേഷന് വേണ്ടി കൊടുക്കുവാൻ മതിയായവനായ ഒരു ദൈവമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ എന്ത് കൊടുക്കാൻ സാധിക്കും. That's what we want to pray, that our generation will receive his love and compassion, that they may be sensitive to God's love and the compassion. അടുത്ത വാക്യം പറയുന്നത് verse 6. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. നീതിയും ന്യായവും ചെയ്യുന്നവനായ ഒരു ദൈവമാണ്. പലപ്പോഴും നമുക്ക് we may not get justice, we may not get the right things in our lives, but he is a God who gives us the justice. He is a God of justice and righteousness. അത് കഴിഞ്ഞ് പറയുന്നത് എന്താണ്? verse 10 and 11. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. നമ്മുടേതായ ഒന്നും കൊണ്ട് അവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. Because his quality, his behavior, his character is that he is a God of love and compassion. He doesn't keep a record of that. നമ്മൾ പലപ്പോഴും ഓർക്കും, നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ മറ്റുള്ളവർ ചെയ്തതിനെ കുറിച്ചുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ആ കയ്പുകളെല്ലാം കിടപ്പുണ്ട്. അവൻ എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആരോടും പറയത്തില്ലായിരിക്കും.
ഇങ്ങനെ പറ്റിയല്ലോ എന്നുള്ള കയ്പുകൾ ആയിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്നത്. But he never keeps a record of wrong things. നമ്മൾ ചെയ്തതൊന്നും അവൻ റെക്കോർഡ് ചെയ്യുന്നവനല്ല. His love overrules everything. Verse 20 and 21. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന് ഇഷ്ടം ചെയ്യുന്നവരായിട്ടുള്ള ഒരു ആരാധകരെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇഷ്ടം വന്ന് ചെയ്തിട്ട് ഞായറാഴ്ച മാത്രം ദൈവത്തെ ആരാധിക്കുന്നവരല്ല. അവന്റെ ഇഷ്ടം ദിനം ഡെയിലി, the people who do his will every day, that's what he is looking for in each one of our lives. That is the call for us. നമുക്ക് 50-50 ചെയ്യാൻ സാധിക്കും. സൺഡേ കുറച്ചൊക്കെ 50 ഒക്കെ ദൈവത്തിന് കൊടുക്കാൻ സാധിക്കും, 50 നമുക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ he is asking for 100% to do his will. അവന്റെ ഇച്ഛ, അവന്റെ ഹിതമറിഞ്ഞ് അതനുസരിച്ച് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് ദാവീദ് പറയുന്നത്, നമുക്ക് ആരാധിക്കാം. എൻ്റെ അന്തരംഗമേ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവൻ, നമ്മുടെ രോഗങ്ങളെ ഹീൽ ചെയ്യുന്നവനായ ഒരു ദൈവത്തെയാണ്. The one who redeems us from the pit. He is asking us to call and praise the Lord. Every day of our lives, 24/7, it's a call to worship Him and praise Him. Can we do that? Can we remember that He is the one who did great things for us? Let's not forget His benefits. അവന്റെ ഉപകാരങ്ങൾ മറക്കാതെ അവനെ ആരാധിക്കുവാനായിട്ട് നമ്മുടെ ഇല്ലായ്മകളിലും നമ്മുടെ പ്രശ്നങ്ങളിലും നമുക്ക് സാധിക്കട്ടെ. God bless us. Hallelujah. Hallelujah. നാം ഇപ്പോൾ കേട്ട ഈ തിരുവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ തൻ്റെ ദൈവത്തിന് തൻ്റെ ഭക്തരുടെ മേൽ കരുണ തോന്നേണ്ടതിന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന, ഹിതം ചെയ്യുന്ന മക്കളായി, ശുശ്രൂഷകരായി തീരുവാൻ നമ്മളെ ദൈവം ശക്തിപ്പെടുത്തേണ്ടതിന് നമുക്ക് കേട്ട തിരുവചനത്തെ അടിസ്ഥാനമാക്കി പ്രിയ ബെൻസിനച്ചാൻ പ്രാർത്ഥിച്ചോട്ടെ. അങ്ങയുടെ സന്നിധി വന്ന് അടുക്കുവാനും ഇടയാക്കിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെ കരുതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല ആരാധനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുവാനും പാടുവാനെല്ലാം കരുതുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല സകലം തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ലേഖനങ്ങളുടെ അകത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ കൃപയുടെ ഓർത്ത് അങ്ങേ സ്തുതിപ്പാൻ, അങ്ങയുടെ നന്മയെ ഓർത്ത് അങ്ങേ സ്തുതിപ്പാൻ ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. കൽപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ജീവിതത്തിൽ അത് ഫലപ്രദമാകേണ്ടത് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാത്തിനെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്ന വിശുദ്ധമായ തന്നെ ആയിക്കോളും. ധാരണയായിട്ടായി സ്തോത്രം വിശ്വസിക്കാം തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ കുറച്ച് ദിവസങ്ങളിൽ ദൈവം ജീവിതത്തിൽ ചെയ്തു എന്നുള്ള സാക്ഷ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ പറയാനുള്ള അവസരമാണ്. ഇതിൽ പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിലും ആരുമില്ലെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ തിരുവചനത്തിലേക്ക് വേഗത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 11:23, 24, 25, 26. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അധികം പ്രാവശ്യം തടവിലായി. അനവധി അടികൊണ്ടു
പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയാ 40 അടി 5 വട്ടം കൊണ്ടു. യഹൂദരാൽ ഒന്ന് കുറയാതെ 40 അടി 5 പ്രാവശ്യം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. 3 പ്രാവശ്യം കോലിനാൽ അടി കൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്. നദികളിലെ ആപത്ത്. കള്ളന്മാരാലുള്ള ആപത്ത്. കള്ളന്മാരാലുള്ള ആപത്ത്. സ്വജനത്താലുള്ള ആപത്ത്. സ്വജനത്താലുള്ള ആപത്ത്. ജാതികളാലുള്ള ആപത്ത്. ജാതികളാലുള്ള ആപത്ത്. പട്ടണത്തിലെ ആപത്ത്. പട്ടണത്തിലെ ആപത്ത്. കാട്ടിലെ ആപത്ത്. കാട്ടിലെ ആപത്ത്. കടലിലെ ആപത്ത്. കടലിലെ ആപത്ത്. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. അധ്വാനം. അധ്വാനം. പ്രയാസം. പ്രയാസം. പലവട്ടം ഉറക്കിളപ്പ്. പലവട്ടം ഉറക്കിളപ്പ്. പൈതാഹം. പൈതാഹം. പലവട്ടം പട്ടിണി. പലവട്ടം പട്ടിണി. ശീതം. ശീതം. നഗ്നത നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള എനിക്ക് ദിവസേന സകല സഭകളെ കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുമുണ്ട്. ചിന്താഭാരം എന്ന തിരക്കുണ്ട്. മതി. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടെ വായിച്ചു നിർത്തിക്കുക. ആര് ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതിരുന്നു. ആര് ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. ആര് ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. ആരിടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീക യാത്രയുടെ തൻ്റെ മേൽ ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷയുടെ വേളകളിൽ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളെ വിവരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ, കർത്താവായ യേശുവിനാൽ പിടിക്കപ്പെടുന്നതിന് മുൻപേ വലിയ അധികാരത്തോടെ നല്ല സമൃദ്ധിയിൽ ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ഇതെല്ലാം വെടിഞ്ഞിട്ട് കർത്താവായ യേശുവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു ഏൽപ്പിച്ച ശുശ്രൂഷയെ തികയ്ക്കേണ്ടതിന് തൻ്റെ ജീവിതത്തിൽ വന്ന സകല കഷ്ടതകളെയും പ്രയാസങ്ങളെയും അതിൻ്റെ അകത്ത് പെട്ടുപോകാതെ പലരും ബലഹീനരായി തീർന്നെടുത്ത് ബലപ്പെട്ട് നിൽക്കുവാൻ, പലരും വീണു പോയെടുത്ത് വീണു പോകാതെ നിന്ന് തൻ്റെ മേൽ ഏൽപ്പിച്ച ഹല്ലേലൂയ കർത്താവ് നൽകിയ ആ ഓട്ടം ഓടി തികയ്ക്കുവാൻ പൗലോസിന് കഴിഞ്ഞു. ഈ ഒരു വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയൊരു ചിന്ത ഇതാ, എന്തിനാ ഈ പൗലോസ് ഇങ്ങനൊക്കെ കഷ്ടം അനുഭവിച്ചേ? പൗലോസ് ഞാനൊരു ബുദ്ധിഭ്രമം സംഭവിച്ചവനെ പോലെ പറയുന്നു. ശുശ്രൂഷ ചെയ്യാം, പക്ഷെ ഇത്രയ്ക്കും അധികം കഷ്ടമൊന്നും സഹിക്കാതെ തന്നെ ചെയ്യാനും കഴിയുമല്ലോ. ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ ഒരുപാട് പേർ ചെയ്യുന്നത്. കർത്താവായ യേശുവിനാൽ പിടിക്കപ്പെട്ടതിലും ഉപരിയായി കർത്താവായ യേശുവിന്റെ ഹൃദയം അറിയാൻ തുടങ്ങിയ ഒരു വ്യക്തിയായി തീർന്നപ്പോൾ മറ്റേത് പ്രയാസത്തെക്കാട്ടിലും പ്രശ്നങ്ങളെക്കാട്ടിലും കർത്താവായ യേശുവിന്റെ ഹിതം ചെയ്യണമെന്ന ചിന്ത പൗലോസിലുണ്ടായി. നാം വായിച്ച ആളിലെ സങ്കീർത്തനങ്ങളിൽ ആളിലെ കുറച്ചു നേരത്തെ കർത്താവിന്റെ ദാസൻ വായിച്ചതുപോലെ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന ശുശ്രൂഷ. ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ ഹിതം ചെയ്യുന്ന ശുശ്രൂഷ, അതിന് തടസ്സമായി തന്റെ ജീവിതത്തിൽ വന്ന സകലത്തെയും താൻ നിസാരമെന്ന് കണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവായ യേശുവിന് ഒന്ന് കുറയാതെ 40 അടി കൊണ്ടെടുത്ത് പൗലോസ് പറയുക, എനിക്ക് 5 പ്രാവശ്യം അത് ലഭിച്ചു. ഒന്ന് കുറയാതെ 40 അടി. പല പ്രാവശ്യം തടങ്കലിലായി. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഞാൻ മൃഗയുദ്ധം ചെയ്തു.
ഇത് ചെയ്യാതെ ശുശ്രൂഷ ചെയ്യാലോ, ഇത്ര കഷ്ടപ്പെടാതെയും നമ്മുടെ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാലോ. എന്നാൽ കർത്താവായ യേശുവിന്റെ പൂർണ്ണ ഹിതം മനസ്സിലായപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ തോന്നാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാ കർത്താവായ യേശു കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ശുശ്രൂഷകനായി പൗലോസിനെ പുതിയ നിയമത്തിൽ എണ്ണപ്പെടുന്നതിന്റെ കാര്യം ഇതാ. ഹല്ലേലൂയ. താൻ അനുഭവിച്ച കഷ്ടതകളെക്കാൾ വലുതായി കർത്താവിന്റെ ഹിതം പൂർണ്ണമായും ചെയ്യുവാൻ ഉള്ള താല്പര്യം. താൻ വലിയ അപ്പോസ്തലനായി തീരണമെന്ന ഇഷ്ടത്താലല്ല, തനിക്ക് പേരും പ്രശസ്തി ഉണ്ടാകണമെന്ന് വിചാരിച്ചല്ല, തൻ്റെ വീട്ടിൽ ധനം സമ്പാദിക്കണമെന്ന മോഹത്തോടെയല്ല, ഒറ്റ ലക്ഷ്യത്തോടെ ചെയ്തു. എന്താ? കർത്താവായ യേശുവിന്റെ ഹിതം. ആ കർത്താവായ യേശു ഒരു വ്യക്തിയെ തന്റെ ശുശ്രൂഷയ്ക്ക്, അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ ആരെയായാലും, കർത്താവായ യേശു ഒരു വ്യക്തിയെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട്, ഒരു ഹിതമുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ സക്സസ് ആയി തീരുന്നത്. പലരും വീണു പോകുന്നിടത്ത് വീണു പോകാതെ ഓടുവാൻ, ഹല്ലേലൂയ, പലരും ബലം ക്ഷയിച്ച് ബലഹീനരായി തീരുമ്പോൾ, ശുശ്രൂഷാവേദികളിൽ അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിലുള്ള പ്രയാസങ്ങളിൽ പെട്ട് വീണു പോകുമ്പോൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ തക്ക സമയത്ത് ലഭിച്ചില്ല എന്ന് പറഞ്ഞു പോലും വീണു പോകുന്ന ജനത്തിന്റെ ഇടയിൽ ഇത്രയധികം കഷ്ടം സഹിച്ച് പൗലോസിനോട്, ഹല്ലേലൂയ, തന്റെ യാത്ര കഴിഞ്ഞ്, മിഷണറി യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന വഴിക്ക്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവാചകന്മാർ വരെ ചെന്ന് പറഞ്ഞു, നീ യെരൂശലേമിൽ പോകരുത്, നീ അവിടെ പോയാൽ നിന്നെ കൊന്നുകളയും. ആ വാക്കുകൾ പോലും തന്നെ തടഞ്ഞു നിർത്താൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല. ആ വാക്കുകൾക്ക് ദൈവാത്മാവിനാൽ പൗലോസിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആ ശുശ്രൂഷയെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. തന്നെ യെരൂശലേമിൽ കൊല്ലുവാൻ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് കൂടിയ ജനത്തിന് അതിനെ നിർത്താൻ കഴിഞ്ഞില്ല. പൗലോസിനെ കൊന്നു കളഞ്ഞിട്ടേ ആഹാരമോ വെള്ളമോ കുടിക്കത്തുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്ത ഒരു കൂട്ടം ജനത്തിന് അതിന് കഴിഞ്ഞില്ല. യഹൂദ പുരോഹിതന്മാരും അധികാരികളും ശ്രമിച്ചിട്ടും, റോമൻ സൈന്യം ശ്രമിച്ചിട്ടും പൗലോസിന്റെ മേൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിന്റെ ഹൃദയത്തിലുള്ള അതേ പ്രവൃത്തി ചെയ്യണമെന്ന് പൗലോസ് തീരുമാനിച്ചു. എന്താ കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു ശുശ്രൂഷകനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 35, 36, 37, 38. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആടുകളെ പോലെയും കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ എന്താ കാണുന്നതെന്ന് അറിയാമോ? വലിയൊരു കൊയ്ത്തിനായി, ഹല്ലേലൂയ, കർത്താവായ യേശു, ഹല്ലേലൂയ, വേലക്കാരെ അന്വേഷിക്കുകയാ. എന്ന് വെച്ചാൽ ശുശ്രൂഷകരെ അന്വേഷിക്കുകയാ. അങ്ങനെ ശുശ്രൂഷകരെ അന്വേഷിക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ഹൃദയത്തിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? തന്റെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരായി, ചിതറിയവരായി,
ഹല്ലേലൂയ, തങ്ങളുടെ പാപത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്തവരായി, ഒരു ഹല്ലേലൂയ സത്യത്തിലേക്ക് വഴി നടത്താൻ ആളില്ലാതെ, ഉപദേശിച്ചു കൊടുക്കാൻ ആളില്ലാതെ ചിതറിക്കിടക്കുന്നത് കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. കർത്താവായ യേശു തന്റെ വേലയ്ക്ക് വേണ്ടി വേലക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ഹൃദയത്തിലുള്ളത് ഇതാ: തന്റെ ജനം, പാപത്തിലും മാലിന്യതയിലും കിടക്കുന്ന തന്റെ ജനത്തിന്റെ വിടുതൽ, അവരെ കണ്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. എന്താ കർത്താവായ യേശു അവിടെ ചെയ്തുകൊണ്ടിരുന്ന? എന്താ? പട്ടണങ്ങളിലും ദേശങ്ങളിലും എല്ലാം പോയി ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ. കർത്താവായ യേശു ദൈവവേലയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ന് വെച്ചാൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന യേശു കർത്താവ് അടുത്ത ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ ഉള്ളിലെ വേദന. ഇതിന് ശേഷമായി 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇതേ ഒരു വേദന ഉള്ളിലുള്ള ശുശ്രൂഷകരുണ്ടോ? ഇതേ ഒരു വേദന മനസ്സിലാക്കിയത് കൊണ്ടാ പൗലോസിന് തന്റെ നേരെ ഉണ്ടായ വേദനകൾ വലുതായി കാണാതെ, ഹല്ലേലൂയ, എന്തുകൊണ്ടാ തന്റെ ശുശ്രൂഷയിൽ താൻ സക്സസ് ആയെന്നറിയാമോ? എന്തുകൊണ്ടാ പൗലോസിന്റെ ഹല്ലേലൂയ ആത്മീക യാത്രയിലും ശുശ്രൂഷകളിലും എല്ലാം താൻ ജയിച്ചവനായി തീർന്നെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവേശുവിന്റെ ഹൃദയത്തിൽ ആ പെയിൻ താൻ തിരിച്ചറിഞ്ഞു. അത് തന്റെ വേദനയായി തീർന്നപ്പോൾ, ഹല്ലേലൂയ, നമുക്ക് അങ്ങനെ ഒരു വേദനയുണ്ടോ? ദൈവവേല ചെയ്യണമെന്ന്, ദൈവത്തിന്റെ വേലക്കാരനായി തീരണമെന്ന്. ഹല്ലേലൂയ. പലർക്കും ദൈവത്തിന്റെ വേലക്കാരൻ എന്ന് ആഗ്രഹിക്കുമ്പോൾ വലിയ സ്റ്റേജുകൾ, ടിവിയിലും ചാനലുകളിലും എല്ലാം വന്ന് വലിയ പേര്, പ്രശസ്തി, പണം, ഹല്ലേലൂയ, എല്ലാവരുടെ മുമ്പിലും ഹല്ലേലൂയ വലിയ പേര് ലഭിക്കുക. പക്ഷെ ഈ പെയിൻ എവിടെയാ? ഈ പെയിൻ ഉണ്ടോ? ഈ പെയിൻ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലും നിന്റെ ശുശ്രൂഷയിലും നീ പരാജയപ്പെടത്തില്ല. അനേകർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആരംഭത്തിൽ ലഭിച്ച ഹല്ലേലൂയ ഈ കർത്താവായ യേശുവിന്റെ ഹിതമുണ്ടല്ലോ, ആ ഹൃദയത്തിലെ വേദന ഉണ്ടല്ലോ, അത് എവിടൊക്കെയോ വെച്ച് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സഭകൾ ആരംഭിക്കുമ്പോൾ വലിയ ആത്മശക്തിയോടെയും വലിയ ആളിനെ ദൈവിക ഹിതം നോക്കിയും ആരംഭിച്ചിട്ട് ഒരു ലെവൽ കഴിയുമ്പോൾ നിന്നു പോകുന്നത് ഈ പെയിൻ നിന്നു പോകുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയും ആത്മീയ യാത്രയിൽ മുൻപോട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് വിശ്വാസത്തിൽ വന്ന സമയത്ത് കർത്താവായ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ആവേശം എന്തായിരുന്നു? ഹല്ലേലൂയ. പതുക്കെ അതങ്ങ് നിൽക്കുകയാ, ആ പെയിൻ കുറഞ്ഞു പോവുകയാ. പക്ഷെ പൗലോസിന് ഹല്ലേലൂയ തന്റെ പുറത്ത് ഹല്ലേലൂയ വടികൾ കൊണ്ട് അടിക്കുമ്പോഴും കാരാഗ്രഹത്തിൽ ഇടുമ്പോഴും ഹല്ലേലൂയ കപ്പല് കടലിലുള്ളത്, കരയിലുള്ളത്, ഹല്ലേലൂയ കൂട്ടു സഹോദരന്മാരിൽ നിന്നുള്ളത്, കള്ളന്മാരിൽ നിന്നുള്ളത്, ഹല്ലേലൂയ ഇങ്ങനെയുള്ള അനർത്ഥങ്ങളെല്ലാം ജീവിതത്തിൽ വരുമ്പോഴും തന്റെ പുറമേ ഹല്ലേലൂയ മനുഷ്യൻ വേദനിക്കുമ്പോഴും അകമേ ലഭിച്ച ഹല്ലേലൂയ ശുശ്രൂഷയുടെ ഭാരം ഹല്ലേലൂയ വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത് ഉണ്ടാകണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നതാ. അതോ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പാസ്റ്ററിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, ഓരോ വിശ്വാസിക്കും. എന്ന് വെച്ചാൽ കർത്താവായ യേശുവിനെ അടുത്തറിയുന്ന ഏത് വ്യക്തിയുടെ ഉള്ളിലും ഈ പെയിൻ വരും. ഹല്ലേലൂയ. കർത്താവായ യേശുവിനോട് അടുത്തറിയുന്ന, കർത്താവായ യേശുവിനോട് അടുത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയിലും ഹല്ലേലൂയ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ
നമുക്ക് വേണ്ടി ദൈവം വലിയ വാതിലുകളെ തുറക്കും. ഓ ഹല്ലേലൂയ. യെരൂശലേമിൽ തകർന്നു പോകും എന്ന് പറഞ്ഞ പൗലോസിന് ഹല്ലേലൂയ റോമിലേക്ക് വാതിലിനെ തുറന്നെങ്കിൽ നീ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം അറിഞ്ഞ, വേദന അറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ, അല്ലെങ്കിൽ ദൈവവചനത്തെ, ദൈവത്തെ, യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ തീരുമാനിച്ചാൽ, ഓ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അസാധാരണമായ വാതിലുകളെ തുറന്ന് അസാധാരണമായ ഒരു ആത്മീക ജീവിതത്തെ നൽകുവാൻ. ഹല്ലേലൂയ. എന്റെ ഓട്ടം ഓടി തികച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ഹല്ലേലൂയ. ഇങ്ങനെ ഇന്ന് ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ കണ്ടിട്ട്, നമ്മുടെ ദേശങ്ങളിൽ മ്ലേച്ഛതകളിൽ കിടക്കുന്നവരെ, നമ്മുടെ ഹല്ലേലൂയ കോളേജുകളിൽ, സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട്, നമ്മുടെ ബന്ധുക്കൾ ഇന്നും യേശു കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയാത്തത് കണ്ടിട്ട് ഒരു വേദനയുണ്ടോ? അങ്ങനെ വേദനിക്കുന്നവർ വെറുതെ ഇരിക്കത്തില്ല. അവർ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ഹല്ലേലൂയ വ്യക്തികളെ കാണുമ്പോൾ കർത്താവേ, എന്നെ അവരുടെ ഉപയോഗിച്ചില്ലെങ്കിൽ അവർ യേശുവിനെ അറിയണമെന്നൊരു ആഗ്രഹം. ആരും യേശുവിനെ അറിയാതായി പോകരുത്. ഓ ശാലാക, ഓ ശാന്ത, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനെ പോലൊക്കെ വലിയ ശുശ്രൂഷ ആഗ്രഹിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ഒരു ശുശ്രൂഷയെ നൽകുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ഹിതം അറിഞ്ഞ് അത് പ്രവർത്തിക്കുന്നവനെ കൊണ്ട് ഹല്ലേലൂയ അത്ഭുതകരമായ കാര്യങ്ങളെ, ഒരു ഏലിയാവിനെ, ഹല്ലേലൂയ, പഴയ നിയമത്തിൽ വലിയ ശക്തനായ ഒരു വ്യക്തിയായ ഏലിയാവ്, ദൈവത്തിന്റെ ശക്തനായ ഒരു പ്രവാചകൻ. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം മുഴുവൻ ദൈവം ഏതെന്നറിയാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം. ഭരിക്കുന്നവരും ഭരണചക്രം നടത്തുന്നവരുമെല്ലാം ബാലിനടിമയായി നിൽക്കുന്ന സമയം. ഹല്ലേലൂയ. ഭരിക്കുന്ന രാജാവിനെയോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇസബേലിയ ശക്തിയെയോ ഭയക്കാതെ നിന്നൊരു പ്രവാചകൻ. ഹല്ലേലൂയ. എന്താ ഏലിയാവിന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്വർഗം തുറന്ന് തീ ഇറങ്ങിയതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഏലിയാവ് ഭയപ്പെട്ടത് ഹല്ലേലൂയ അധികാരത്തിൽ ഇരിക്കുന്നവരെ അല്ല, ഓ ഹല്ലേലൂയ സർവാധികാരിയായ ഒരുവനെയാ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ അധികാരിയെ അല്ല ഏലിയാവ് ഭയന്നത്. ഏലിയാവിന് ഭയം സർവാധികാരിയായ ദൈവത്തെ ആകയാൽ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ അധികാരം കീഴ്പ്പെടുത്തി വെച്ചിരുന്ന മേഖലകളിൽ ചെന്ന് ദൈവത്തിന്റെ തീ ഇറക്കാൻ കഴിഞ്ഞെങ്കിൽ ഏലിയാവിന്റെ ഉള്ളിൽ കിടന്നത് ഹല്ലേലൂയ മാനുഷിക ഭയമല്ലായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ഉള്ളിലുള്ളത് ദൈവ ഭയവും ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷയായിരുന്നു. അത് വ്യക്തമാക്കുന്ന ഒരു ഇടമാണ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 17-ാം അധ്യായം 18-ന്റെ 22 വായിച്ചാൽ ഹല്ലേലൂയ ഏലിയാവിന് ദൈവത്തിന്റെ ഹല്ലേലൂയ പേരുണ്ടോ എന്ന് തിരിച്ചറിയാം. ഏലിയാവ് ജനത്തോട് വിളിച്ചു ചോദിക്കുക, നിങ്ങൾ എത്രത്തോളം 2 വള്ളത്തിൽ കാല് ചവിട്ടിപ്പോകും? ഹല്ലേലൂയ. ഏലിയാവിന്റെ വേദന എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ജനം ബാലാണോ ശരി, യഹോവയായ ദൈവമാണോ ശരിയെന്ന് അറിയാതെ. ഒന്ന് വായിക്കാമോ ആരെങ്കിലും? യഹോവയുടെ പ്രവാചകനായി അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. ഒന്ന് നിൽക്കണേ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ജനം ഒന്നും ഉത്തരം പറയാതിരുന്നത്? അവർക്കറിയത്തില്ല ഏതാ ശരിയെന്ന്. ഹല്ലേലൂയ.
കുറച്ചു നേരത്തെ പറഞ്ഞതുപോലെ ഇടയനില്ലാത്ത ആടുകളെ പോലെ അലഞ്ഞവരായി നിൽക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ബാലാണോ ദൈവം, യഹോവയാണോ ദൈവം എന്ന് അറിയാത്തൊരു ജനത്തിന്റെ നടുവിൽ ദൈവം പറഞ്ഞു, ഏലിയാവേ നീ പോയി ചോദിക്കുന്ന ഇല്ല. ഏലിയാവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ദൈവത്തിന്റെ ഹല്ലേലൂയ പെയിൻ തന്റെ ജനം ഹല്ലേലൂയ ഇടയനില്ലാത്ത ആടുകളെ പോലെ. എന്തുകൊണ്ടാ 7000 പ്രവാചകന്മാരുണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ ഹല്ലേലൂയ ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരുണ്ടായിട്ടും അവരുടെ കൂട്ടത്തിൽ പെടുത്താതെ ഏലിയാവിനെ സെപ്പറേറ്റ് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ ഈ പെയിൻ ഉള്ളിൽ ഉള്ളവനെ കൊണ്ടാ ദൈവം അത്ഭുതങ്ങളെ ചെയ്യിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ജനത്തിന്റെ മധ്യേ നീ ഒരു ദൈവത്തിന്റെ പ്രവാചകനായി അഭിഷക്തനായി നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ ഈ വേദന വേണം. ഹല്ലേലൂയ 7000 പേരെ കൊണ്ട് ദൈവം ഒന്നും ചെയ്യിപ്പിച്ചില്ല. എന്നാൽ 7000 പേരുടെ കൂടെ പെടുത്താതെ ഒരുവനെ മാറ്റി നിർത്തി. ഹല്ലേലൂയ അവന്റെ വേദന എന്തെന്നറിയാമോ? ജനം 2 വള്ളത്തിലാ സഞ്ചരിക്കുന്നത്. ഇന്ന് ആത്മീയർ പോലും 2 വള്ളത്തിലാ പോകുന്നത്. എത്ര പേർക്കൊരു വേദനയുണ്ട് അത് കണ്ടിട്ട്. ദൈവത്തിന്റെ സഭ പോലും ദൈവ ആത്മീയരെന്ന് പറഞ്ഞ് ഹല്ലേലൂയ സഭയിൽ ഹല്ലേലൂയ ഞായറാഴ്ച മുടങ്ങാതെ ദേവാലയങ്ങളിൽ പോകുന്നവർ പോലും 2 വള്ളത്തിലാ. അത് കാണുമ്പോൾ സത്യം അറിഞ്ഞവർ പോലും ആ സത്യം വിട്ട് പകുതി സത്യത്തിലും നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ വേദന തോന്നുന്ന, അത് കാണുമ്പോൾ വേദന തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് അവരോട് ഇടപെടുന്നേ. നിന്നെ ശക്തനായ ഒരു ശുശ്രൂഷകനാക്കി മാറ്റുവാൻ, നിന്നെ ശുശ്രൂഷയാക്കി മാറ്റുവാൻ ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ ആ വേദന മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ആ ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ നിന്നിലൂടെ ആ ഈ അന്ത്യ നാളുകളിൽ ദൈവം തന്റെ പ്രവൃത്തിയെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം അന്ത്യ നാളുകളിൽ ഹല്ലേലൂയ തിരയുന്നത് വിശ്വസ്തരെയാ. ഹല്ലേലൂയ വിശ്വസ്തരെ തിരിയുന്ന ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയത്തെ ഒന്ന് കൈമാറുവാൻ, ആ വേദനയെ ഒന്ന് മനസ്സിലാക്കുവാൻ. അതിന് ഇരുവള്ളത്തിൽ നിൽക്കുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ 7000 പേര് കൂടിയെടുത്ത് അവരുടെ കൂട്ടത്തിൽ പോയി ഭക്ഷണം കഴിച്ചിരിക്കുന്നവരെ അല്ല. 7000 പേര് ഗുഹയിൽ കിടക്കുകയാണെങ്കിൽ അവർക്ക് മുടങ്ങാതെ ആഹാരമുണ്ട്. എന്നാൽ ഹല്ലേലൂയ ആഹാരം ലഭിക്കുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ലെങ്കിലും ദൈവഹിതം ചെയ്യുവാൻ ദൈവം അയക്കുന്നത് ഹല്ലേലൂയ എവിടേക്കാണെങ്കിലും അവിടേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രവാചകൻ. ഹല്ലേലൂയ ഈ അന്ത്യനാളുകളിൽ നമുക്കറിയത്തില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന്. നാളെ ഹല്ലേലൂയ ഈ രാജ്യത്തിന്റെയോ ലോകത്തിന്റെയോ ഗതി എന്തായി മാറുമെന്ന്. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന്റെ വേദന ഉള്ളിൽ തിരിച്ചറിയുന്നവന് പറയാം, സാഹചര്യം ഏതായാലും ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന്. ഹല്ലേലൂയ സാഹചര്യം എന്തായാലും, ഭരണകൂടങ്ങൾ എന്ത് പറഞ്ഞാലും ഹല്ലേലൂയ എന്നെ വിളിച്ച എന്റെ ദൈവം എന്റെ മേൽ ഏൽപ്പിച്ചതിനെ ഞാൻ ഹല്ലേലൂയ തികയ്ക്കുമെന്ന്. ഓ ഹല്ലേലൂയ അനേകർ ഹല്ലേലൂയ കർത്താവായ യേശു പറഞ്ഞു ഹല്ലേലൂയ അവസാന നാളുകളിൽ ഹല്ലേലൂയ ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയ പക്ഷെ കർത്താവിന്റെ വേദന ഉള്ളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്നിൽ ആ വിശ്വാസം അവൻ കണ്ടെത്തിയിരിക്കും. ഹല്ലേലൂയ എന്താണെന്നറിയാമോ? കർത്താവായ യേശുവിന്റെ ഹൃദയത്തിന്റെ വേദന ഉള്ളിലുണ്ടെങ്കിൽ പുറമേ ലഭിക്കുന്ന ഒരു വേദനയും അത് വേദനയായി തീരത്തില്ല, അത് നിന്നെ തകർത്ത് കളയത്തില്ല. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര വലിയ മൃഗയുദ്ധം ചെയ്തിട്ടും കപ്പൽ ഛേദിക്കപ്പെട്ടിട്ടും ഹല്ലേലൂയ തകർക്കാൻ പറ്റാത്ത ചിലരെ മുമ്പിൽ നിർത്തിയിട്ട ദൈവാത്മാവ് ഇന്ന് പകൽ ഈ ദൂത് പറയുന്നത്, നിന്നെ അങ്ങനെ ആക്കി തീർക്കുവാൻ നിന്റെ ഉള്ളിൽ ഈ വേദന ഉണ്ടെങ്കിൽ
ഓ റാശാല ഖബറ, നിന്റെ പ്രസംഗത്തിന്റെ കഴിവിലല്ല, നിന്റെ ടാലന്റിന്റെ ഇരിക്കുകയല്ല, നിന്റെ അറിവിൽ അല്ല കാര്യം ഇരിക്കുന്നത്. നിന്റെ ഉള്ളിൽ ഈ ഹൃദയത്തിൽ ഈ കർത്താവായ യേശുവിന്റെ വേദന, തന്റെ ജനത്തെ കുറിച്ചുള്ള വേദന ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, സംസാരിക്കാൻ അറിയാത്ത മീൻ പിടിക്കുന്ന വ്യക്തികളെ കൊണ്ട് അവൻ അത്ഭുതങ്ങളെ ചെയ്യിച്ചെങ്കിൽ, നന്നായി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അറിയാവുന്ന നിന്നിലൂടെ എന്തെല്ലാം കാര്യങ്ങളെ ചെയ്യുവാൻ അവൻ ശക്തനായ ദൈവമെന്ന് കർത്താവിനോടൊന്ന് പറയാൻ കഴിയുന്നുണ്ടോ? കർത്താവിനോടൊന്ന് പറയാൻ കഴിയുന്നുണ്ടോ? കർത്താവേ, ഈ നുകമെടുക്കുവാൻ ഞാൻ തയ്യാറാണെന്ന്. ലോകത്തിന്റെ നുകത്തേക്കാൾ ഹല്ലേലൂയ ഇത് എനിക്ക് സന്തോഷമാണെന്ന്. Hallelujah, 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 hallelujah. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അനേക ദൈവദാസന്മാർ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നെല്ലാം ഇവിടുത്തെ ഇലക്ഷൻ എന്തായി? ഹല്ലേലൂയ, ട്രംപ് ജയിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, ഞങ്ങളെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, പാസ്റ്റർമാരെ, ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹമൊക്കെ. അതിലുപരിയായി ദൈവത്തിന്റെ ഹിതം നടന്നാൽ മതി. ദൈവം ആരെ തെരഞ്ഞെടുക്കുന്നു അവർ കയറട്ടെ. ഹല്ലേലൂയ, ആര് കയറിയാലും ആരൊക്കെ എന്തൊക്കെ ഹല്ലേലൂയ ഭരണ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നാലും ഹല്ലേലൂയ നിന്റെയും എന്റെയും ഉള്ളിൽ പകർന്നതിനെ കത്തിച്ചതിനെ കെടുത്തുവാൻ ആർക്ക് കഴിയത്തില്ലെന്ന ബോധ്യമുള്ളവർക്ക് ആര് വന്നെന്നോ ആര് പോയെന്ന് പറഞ്ഞാലോ വിഷയമില്ല. കാരണം ആരൊക്കെ പോയാലും ആരൊക്കെ വന്നാലും നിന്നെ ഒരു നാളും ആരാധനായി വിടത്തില്ല എന്ന് പറഞ്ഞവൻ ഉന്നതന്റെ മേളിൽ ഇരിക്കുന്ന അത്യുന്നതൻ അവനാ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അവനാ കാര്യങ്ങളെ നടത്തുന്നത്. അവൻ ഇരിക്കുന്നിടത്തോളം കാലം അവൻ സിംഹാസനത്തിൽ എല്ലാ നാമത്തിലും മേലായ നാമം ധരിച്ച് ഇരിക്കുന്നിടത്തോളം കാലം നിനക്കെതിരെയോ ദൈവസഭയ്ക്കെതിരെയോ ഒരു ശത്രുവിനും ഒന്നും കൊണ്ടുവരാൻ കഴിയത്തില്ലെന്നുള്ള ബോധ്യം ഇന്ന് ആത്മാവിൽ പ്രാപിക്കേണ്ട ജനം ആത്മാവിൽ ആ ബോധ്യം ഏറ്റെടുക്കാൻ അത്യുന്നതന്റെ മേലെ ഒരു അത്യുന്നതനുണ്ട്. അവൻ ഹല്ലേലൂയ ഭരിക്കുന്നവനോടല്ല, അവന്റെ വേല ചെയ്യുന്ന അവനെ സ്തുതിക്കുന്ന തന്റെ മക്കളോടുകൂടെ പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ലെന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളൊക്കെ ജനം മറന്നുകൊണ്ടിരിക്കുകയാ. സഭകൾ ഇന്ന് മറന്നുകൊണ്ടിരിക്കുകയാ. ഏതോ വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ച് വിശ്വാസത്തെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയുക, കർത്താവായ യേശു തന്റെ സഭയെ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ പാതാള ഗോപുരത്തിന് അതിനെ ജയിക്കാൻ കഴിയത്തില്ലെന്ന്. വാഴ്ചകളെയും അധികാരങ്ങളെയൊക്കെ കാക്കിനെയാക്കുന്നവൻ, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിട്ട് ആ അധികാരത്തെ മറന്ന് വ്യക്തികളിൽ കേന്ദ്രീകരിക്കാതെ നിന്റെ ഉള്ളിൽ ഇന്ന് ഈ തീ കത്തിയാൽ കർത്താവായ യേശുവിന്റെ ഉള്ളില് ആ പെയിൻ നിന്റെ ഉള്ളിലേക്ക് പകർന്നാൽ ഒരു പാതാള
ഒരുത്തനും നിന്നെ തകർക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. ഓ ശാലവരവ കമലവ നീ കമലവ ശബതരവ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ ഹല്ലേലൂയ, നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിലാ, നീർത്തോട് പോലെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആരാന്ന് പറഞ്ഞാലും എന്താന്ന് പറഞ്ഞാലും ഹല്ലേലൂയ അവന്റെ കയ്യിലാ ഇരിക്കുന്നത്. അവനാ അതിനെ തിരിക്കുന്നത്. എങ്ങനെയാ തിരിക്കുന്നതെന്ന് അറിയാമോ? വീണ് പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു ജനമുണ്ടെങ്കിൽ ആ ജനത്തിന്റെ പ്രസാദത്തിന് തന്റെ മക്കളുടെ ഹിതപ്രകാരം ഏത് രാജാവിന്റെ ഹൃദയത്തെയും നീർത്തോട് പോലെ തിരിക്കുവാൻ. ഓ പ്രാർത്ഥിക്കുന്ന ജനമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ മേൽ, ആ സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ ഓ തന്റെ ജനത്തിന്റെ ഇഷ്ടപ്രകാരം ഏത് കഠിന ഹൃദയത്തെയും ഓ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീ ഭയക്കുകയല്ല. ഓ നീ അതിധൈര്യത്തോടെ ദൈവ വചനം പറയുവാൻ. ഇന്ത്യയിൽ വലിയൊരു ഇലക്ഷൻ ഉണ്ടായിരുന്നു. ദൈവ മക്കൾ സകലരും, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സകല വിശ്വാസികളും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന വ്യക്തി കയറരുത്, കേറിയാൽ ദോഷമാ. ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്ത് പ്ലാൻ ചെയ്തു അത് നടന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കേറിയവൻ വിചാരിച്ചിട്ട് ഇതുവരെ സഭയെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ആരാധനയെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദൈവ പ്രവൃത്തി കഴിഞ്ഞ നാളുകളെക്കാൾ ഈ നാളുകളിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ ഭരണത്തിൽ കയറുന്നവരുടെ കയ്യിലല്ല, പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാ കാര്യമിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഹല്ലേലൂയ ഹൃദയത്തെ അറിഞ്ഞ് അത് പ്രകാരം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഓ ഏലിയാവിനോട് ആരും പറഞ്ഞില്ല നീ പോയി തീയിറക്കുന്ന. എന്നാൽ അവിടെ ഭരിക്കുന്ന ഭരണാധികാരിയായ രാജാവിനെയും അവിടെ വാഴുന്ന ബാലിന്റെ ശക്തിയെയും ഓ ഏലിയാവ് അടുത്ത വാക്യത്തിൽ പറയുക, ദൈവത്തിന്റെ പ്രവാചകൻ ഞാൻ ഒരുത്തനാ, ബാലിന്റെ പ്രവാചകന്മാർ 450. പക്ഷേ ഹല്ലേലൂയ യാഗമൊരുക്ക്. ഇന്ന് ദൈവമക്കളെ നീ ഭയക്കാതെ ഇന്ന് പറയാൻ പറ്റുമോ ഒരു യാഗമൊരുക്കാൻ? ഓ ശാലവരവഖവ ഓ രാശാലവധരവഖവ വിഖവലവശമരവഖവ. ഹല്ലേലൂയ ഹല്ലേലൂയ. അടിമയായി പിടിച്ചുകൊണ്ട് പോയ നെഹമ്യാവ്, ഹല്ലേലൂയ അടിമയായി പിടിച്ചുകൊണ്ടുപോയ നെഹമ്യാവ് അടിമയായി പോയി രാജാവിന്റെ പാനപാത്രവാഹകനായിട്ട് നിൽക്കുകയാ. ഹല്ലേലൂയ പാനപാത്രവാഹകനായിട്ട് നിൽക്കുകയാ. താൻ ആ സമയം ഒരു വാർത്ത അറിഞ്ഞു. ദൈവത്തിന്റെ പട്ടണം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ ദേവാലയത്തെ പണിതു, പുതുക്കി പണിതു, ആരാധനയൊക്കെ ആരംഭിച്ചു. പക്ഷെ മതിൽ പൊളിഞ്ഞു കിടക്കുകയാ. വാതിലുകൾ തീ കൊണ്ട് വെന്ത് നശിച്ചു പോയി കിടക്കുകയാ. ഹല്ലേലൂയ. താൻ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? സകല സുഖത്തിലുമാ നിൽക്കുന്ന. അടിമയായി കൊണ്ടുപോയെങ്കിലും രാജാവിന്റെ പാനപാത്രവാഹനായിട്ട് നിൽക്കുകയാണ്. അവിടെ മതിൽ പൊളിഞ്ഞാൽ എന്താ? ഹല്ലേലൂയ. വാതിലുകൾ കത്തിപ്പോയാൽ എന്താ? ഒരു വിഷയവുമില്ല. പക്ഷേ നെഹമ്യാവ് ഈ വാർത്ത അറിഞ്ഞതും താൻ കരയാൻ തുടങ്ങി. ഒന്ന് വായിക്കാമോ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം മുതൽ.
പുരുഷന്മാർ വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു. അവരുടെ മഹാകഷ്ടവും അപമാനവും എന്താണെന്നറിയാമോ? യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതുകൊണ്ട് മതി. ഹല്ലേലൂയ, അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. നെഹമ്യാവിന് ഈ വാർത്ത അറിഞ്ഞപ്പോൾ കുറെ നാളങ്ങ് ദുഃഖിച്ചെന്ന കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്താ കാര്യം? ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നടന്ന ദൈവത്തിന്റെ പട്ടണം, ദൈവത്തിന്റെ വലിയ അഭിഷക്തന്മാരുണ്ടായിരുന്ന ദൈവത്തിന്റെ പട്ടണം, ആ പട്ടണത്തിന്റെ മതിൽ തകർന്നു കിടക്കുകയാണ്. വാതിലുകൾ തീ വെച്ച് വെന്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഇതിന്റെ ഈ റഫറൻസ് ബുക്ക് വായിക്കുകയാണ്. എൻ്റെ ബൈബിളിൽ അതുണ്ട്. അവിടെ ഇങ്ങനെയാ പറയുന്നത്: മതിൽ, ഒരു പ്രവാസത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പിടിച്ചടക്കിയാൽ അതിൻ്റെ പ്രവാസികൾ തിരിച്ചു വന്നാലും അതിൻ്റെ മതിലിനെ പണിയാൻ സമ്മതിക്കത്തില്ല. കാരണം മതിൽ പണിയുകയാണെങ്കിൽ അത് അധികാരങ്ങൾക്ക് എതിരെ നിൽക്കുകയാണെന്ന്, എന്ന് വെച്ചാൽ അടിമയാക്കിക്കൊണ്ടുപോയ രാജ്യത്തിന്റെ അധികാരത്തിന് എതിരെ എഴുന്നേൽക്കുകയാണെന്ന അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഹല്ലേലൂയ, പിന്നെ അധികാരത്തിൽ കയറുകയാണെന്ന്. അതുകൊണ്ടാണ് മതിൽ പണിയാൻ സമ്മതിക്കാത്തത്. അവർ ദേവാലയം പണിഞ്ഞു, പുതുക്കി പണിഞ്ഞു, ആരാധന ആരംഭിച്ചു, പക്ഷെ മതിൽ പണിയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. മതിൽ പണിയാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഹല്ലേലൂയ. എൻ്റെ ഈ റഫറൻസ് ഉള്ളത് ഞാൻ വായിക്കാം. അവർ ഇങ്ങനെ, ജനം യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. അവർ ദേവാലയം പുനർനിർമ്മിച്ച് ആരാധന പുനഃസ്ഥാപിച്ചു. എങ്കിലും ശത്രുക്കൾ തകർത്തു കളഞ്ഞ പട്ടണ മതിൽ പണിയുവാൻ ശ്രമിച്ചില്ല. കീഴടക്കപ്പെട്ട പട്ടണങ്ങളുടെ മതിൽ പണിയുന്നത് അധികാരത്തോടുള്ള മത്സരമായി വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയെ മാത്രമേ അത്തരമൊരു ദൗത്യം ഫലമേൽപ്പിക്കുകയുള്ളൂ. ഇനി ശ്രദ്ധിച്ചോണം. യഹൂദയുടെ പുനഃസ്ഥാപനത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ രാജാവിൻ്റെ വിശ്വസ്തനായ നെഹമ്യാവിനെ ദൈവം കരങ്ങളിൽ എടുത്തു. ഹല്ലേലൂയ. പൊളിഞ്ഞു കിടക്കുന്ന മതിലിനെ സ്ഥാപിക്കുവാൻ, അതിനെ പണിതെടുക്കുവാൻ ഹല്ലേലൂയ നെഹമ്യാവ് തന്നെ കയറിയതല്ല, നെഹമ്യാവിനെ ദൈവം കയ്യിലെടുത്തു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഹല്ലേലൂയ, തന്റെ ജനത്തെ പിന്നെയും അധികാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഒരു വ്യക്തിയെ കയ്യിലെടുത്തു. ആ വ്യക്തിയുടെ പ്രത്യേകതയാ നേരത്തെ കേട്ടത്. ദൈവത്തിന്റെ ഹല്ലേലൂയ പട്ടണത്തിന്റെ മതിൽ തകർന്നു കിടക്കുന്നത് കണ്ട് കരയുകയും ഹല്ലേലൂയ ദീർഘനാൾ ദുഃഖിച്ച് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ജനത്തെ കുറിച്ചുള്ള വേദന, ദൈവത്തിന്റെ പട്ടണത്തെ കുറിച്ചുള്ള ആ വേദന അറിയാവുന്ന ഒരുവനെ ദൈവം തന്റെ കരങ്ങളിലേക്ക് എടുത്തു. എന്തിനെന്നോ? വർഷങ്ങൾ കൊണ്ടല്ല, ചുരുക്കം നാളുകൾ കൊണ്ട് ആ മതിലിനെ പണിതെടുക്കുവാൻ. എന്ന് വെച്ചാൽ ചുരുക്കം നാളുകൾ കൊണ്ട് ആ അധികാരത്തെ മടക്കിക്കൊണ്ട് വരുവാൻ ദൈവം കരയുന്ന, നിലവിളിക്കുന്ന ഒരുവനെ. ഇന്ന് ആർക്കെങ്കിലും കരയാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ ദേശത്തെ നോക്കിയിട്ട്, സഭകളെ കണ്ടിട്ട്, രാജ്യങ്ങളെ നോക്കിയിട്ട് നിന്നെ കരങ്ങളിൽ എടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്.
ഓ ഇന്ന് ദൈവമേ എന്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നീ അതൊന്ന് മാറ്റിയിട്ട് ഓ ദൈവത്തിന്റെ ജനത്തെ നോക്കി, ഓ മലിനതയിൽ കിടക്കുന്ന വ്യക്തികളെ നോക്കി നീ ഒന്ന് കരയാൻ തുടങ്ങുക. ദൈവം നിന്നെ കരത്തിൽ എടുത്തുകൊള്ളും. ഓ ദൈവം നെഹമ്യാവിനെ കയ്യിലെടുത്തപ്പോ എന്താ സംഭവിച്ചത്? താൻ അടിമയായി പാനപാത്രവാഹനായി നിൽക്കുമ്പോഴും അവിടുത്തെ രാജാവിനെ സ്വാധീനിക്കുവാൻ, ഹല്ലേലൂയ, അവിടുത്തെ രാജാവിന്റെ ഹൃദയത്തെ തന്റെ ഹിതത്തിന് മാറ്റി വരുത്തുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, താൻ എന്താ അടിമയായി നിൽക്കുന്നതായാലും, ഹല്ലേലൂയ, പാനപാത്രം വഹിച്ചുകൊണ്ട് നടക്കുന്നവനായാലും. വായിക്കവൻ 2-ാമത്തെ അധ്യായം 1 തൊട്ട്. രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാനൊരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. രാജാവിന് ശ്രദ്ധിക്കാൻ എന്തെല്ലാം കാര്യമുണ്ടല്ലേ. ഹല്ലേലൂയ. തനിക്ക് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ഒരുവന്റെ മുഖത്തിന്റെ ഭാവം നോക്കാനാണോ രാജാവിന് സമയം? ഹല്ലേലൂയ. അവന് ദുഃഖമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കലാണോ ഒരു രാജ്യത്തിന്റെ രാജാവിന്റെ ചിന്തകൾ? ഹല്ലേലൂയ. പക്ഷെ ദൈവം ഒരുവനെ കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, നിന്നെ ശ്രദ്ധിക്കാത്തവര് ശ്രദ്ധിക്കും. ഏത് കഠിന ഹൃദയനെയും ഹല്ലേലൂയ ദൈവ പദ്ധതിക്ക് അനുസരിച്ച് കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങനെ ഒരു വേദന എടുക്കുവാൻ, അങ്ങനെ കർത്താവേ ഈ ഭാരം ഞാൻ ചുമക്കാൻ തയ്യാറാണെന്ന്, ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ ഏതൊക്കെയോ രാജാക്കന്മാർക്കോ രാജ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ ഇന്നൊന്നും മാറ്റിയിട്ട് കർത്താവേ ആത്മാക്കൾക്കായി, ഹല്ലേലൂയ, ദൈവ രാജ്യത്തിന്റെ വേലക്കാരാ നാം ഈ രാജ്യത്തിന്റെ ഹല്ലേലൂയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുമ്പോൾ സ്വർഗം ഇന്ന് അന്വേഷിക്കുന്നത് എന്റെ രാജ്യത്തിന്റെ വേലക്കായി ആരാ കരയുന്നത്? എന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണമെന്നുള്ള എന്റെ ഹിതത്തെ ഏറ്റെടുക്കാൻ ആരാ ഉള്ളത്? ഹല്ലേലൂയ. എത്രയോ മാസങ്ങളായി എത്രയോ ജനം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക അല്ലേ ഒരു വ്യക്തിക്ക് വേണ്ടി. ഈ ഇലക്ഷനിൽ ഒരു വ്യക്തി കാരണമെന്ന് ആ പ്രാർത്ഥന, കർത്താവേ അങ്ങയുടെ രാജ്യം സ്ഥാപിതമാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നെങ്കിലും, ഹല്ലേലൂയ, അങ്ങയുടെ രാജ്യം ഇവിടെ സ്ഥാപിതമാകണം, എന്നെ അതിന് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞു. ഓരോ വ്യക്തിയും ദൈവത്തെ അറിയുമ്പോൾ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിതമായി കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിച്ച സമയത്ത്, ഹല്ലേലൂയ, ഈ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഹല്ലേലൂയ സത്യമേതാ തെറ്റേതാന്നറിയാതെ, വെളിച്ചമേതാ ഇരുളേതാന്നറിയാതെ, ഹല്ലേലൂയ ശരിയും തെറ്റും തിരിച്ചറിയാതെ കിടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം ഈ ഒരു പ്രാർത്ഥന കണ്ണീരോടൊന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ രാജ്യം ഹല്ലേലൂയ സ്ഥാപിതമായെന്നെ, എത്രയോ ജനം വിടുവിക്കപ്പെട്ടെന്നെ. ഹല്ലേലൂയ. പൗലോസിന്റെ ആത്മീയ യാത്രയിൽ ഏത് രാജ്യത്തിൽ പോയാലും, ഹല്ലേലൂയ, ഏത് രാജാവായാലും, ഹല്ലേലൂയ, തന്റെ വിഷയം അതൊന്നുമല്ലായിരുന്നു. ആ കാലഘട്ടത്തൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരു ടൈമിലാണ്. അവരുടെ കാലഘട്ടങ്ങളിൽ ദൈവവചനം പറയുവാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇത് വായിച്ചതുപോലെ അടി, തടവ്, ഹല്ലേലൂയ, ഇതൊന്നും നമുക്കില്ല. നമുക്ക് ഒരുപാട് സമയമുണ്ട് പ്രാർത്ഥിക്കുവാൻ.
ഹല്ലേലൂയ. പക്ഷെ ഈ വേദന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, ഈ വേദന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഈ പല രാജ്യങ്ങളിലെയും ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചിലരെ ഹല്ലേലൂയ തെരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ളവരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ അധ്വാനിക്കുമ്പോൾ സ്വർഗം ചിലരെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അതിശക്തന്മാരായ അധികാരമുള്ളവരാക്കി തീർക്കുവാൻ ദൈവം ചിലരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ. ഒരു അപ്പോസ്തലന്മാരാൽ തുടങ്ങിയതിന്റെ ബാക്കി ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്മിത്ത് വിഗിൾസ്വർത്ത്, ഓറൽ റോബർട്സ്, ഹല്ലേലൂയ, റെയ്നാർഡ് ബോങ്കെ, ബില്ലി ഗ്രഹാം, ഹല്ലേലൂയ, ഇവരിലൂടെയൊക്കെ ആരംഭിച്ചതിന്റെ ബാക്കി ചെയ്യുവാൻ ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് സ്വർഗം അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് വിട്ടിട്ടാണോ നാം ലോകത്തിന്റെ പിന്നാലെ പോകുന്നത്? ഇരുവള്ളത്തിലല്ല, ഒരു വള്ളത്തിൽ ചവിട്ടി ഓ സ്വർഗത്തിന്റെ തിരഞ്ഞെടുപ്പിനായി. ഈ വേദന എത്ര പേർക്കുണ്ട്? കർത്താവേ, ഞങ്ങളുടെ ഹല്ലേലൂയ മുമ്പുള്ള ജനറേഷനെ കുറിച്ച് പറഞ്ഞാൽ അനേകം അതിശക്തന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരുണ്ട്? ഹല്ലേലൂയ, ഇപ്പോൾ ആരുണ്ട് ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാൻ? ഒരു ഏലിയാവിന് ശേഷം ഒരു ഏലീശയെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഒരു ഏലിയാവിന് ശേഷം ഒരു ഏലീശയെ ദൈവം തിരഞ്ഞെടുത്തു. ആ ഏലീശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഏലീശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത്ര തീയൊക്കെ ഇറക്കിയ വ്യക്തിയാണെങ്കിലും എന്റെ യജമാനൻ ഒരു വാക്കിന്റെ പുറത്ത് ഭയന്നു പോയവനാ. ഹല്ലേലൂയ. ഒരു സ്ത്രീയുടെ, ഒരു ശക്തിയുടെ മുമ്പിൽ എവിടെയോ ഒന്ന് പതറിയതാ. അത് എന്റെ ജീവിതത്തിൽ വരല്ല. അതുകൊണ്ട് എനിക്കൊരു ഇരട്ടി ശക്തി ആവശ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ഇരട്ടി ശക്തി ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ഇന്നലെ വരെ ഹല്ലേലൂയ, ഒരുപാട് ദേവദാസന്മാർ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന വിച്ച് ക്രാഫ്റ്റുകളുടെ പിക്ചറും ഒരുപാട് കാര്യങ്ങൾ അയച്ചു തന്നു. അതുകൊണ്ട് സഭ ഒരുപാട് പേര്, പാസ്റ്റേഴ്സ് മാത്രമല്ല, വ്യക്തികളല്ല, ഇവിടെ ഉള്ള അമേരിക്കയിലുള്ള ഒത്തിരി വിച്ച് ക്രാഫ്റ്റിന്റെ പിക്ചറും. സഭ ശക്തമായും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കായിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത തന്നതാ. ഹല്ലേലൂയ. ഈ പറയുന്നവരൊക്കെ ഭൂതങ്ങളെ പുറത്താക്കിയവരല്ലേ? ഈ വലിയ അഭിഷക്തരൊക്കെ ഇത് അയച്ചു തന്നിട്ടുള്ളത്, പുറത്താക്കിയവരല്ലേ? ഇവർക്ക് ഏലിയാവിന്റെ അവസ്ഥയല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ ഭൂതങ്ങളെയും വലിയ മന്ത്രവാദ ശക്തികളെയും തകർത്തവൻ ഇന്ന് ഏതോ ഒരു മന്ത്രവാദത്തിന്റെ പിക്ചർ എടുത്തിട്ട് പറയുക, അയ്യോ നമ്മൾ പേടിച്ചേ മതിയാകത്തുള്ളൂ, നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ, പോ പിശാചേ എന്ന് പറഞ്ഞ് ആട്ടിയാൽ തീരുന്ന ശക്തിയെ അവൻ ഉള്ളൂ എന്ന് കർത്താവ് ഹല്ലേലൂയ വെളിപ്പെടുത്തി തന്നപ്പോൾ, ഹല്ലേലൂയ, പാമ്പിനെയും തേളിനെയും നീ ഒന്നും നോക്കണ്ട, കാൽ കീഴെ ആക്ക് എന്ന് അധികാരം തന്നപ്പോൾ എവിടെയോ കിടക്കുന്ന പിക്ചർ എടുത്ത് വെച്ച് സഭ അതിന്റെ പിന്നാലെ കരയാതെ നീ ആത്മശക്തി ഏറ്റെടുത്ത് ഒന്ന് നിവർന്നു നിന്നാൽ തീരുന്നതേ ഉള്ളൂ ഈ ശക്തികൾ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കേണ്ടത് ഹല്ലേലൂയ ഇതൊഴിഞ്ഞു പോകാനല്ല, ദൈവത്തിന്റെ ജനം കർത്താവിലേക്ക് വരുവാൻ, ആ സഭ സ്ഥാപിതമാകുവാൻ. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ എങ്ങും കാണുന്നില്ല അവർ പോയി കർത്താവേ ഈ മന്ത്രവാദ ശക്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന്. അവർ പോകുന്നിടത്ത് ഭൂതം അലറിയോടും. ഹല്ലേലൂയ. അതാ സഭയ്ക്ക് ക്രിസ്തുവിൽ ലഭിച്ച അധികാരം. ആ അധികാരത്തെ മറന്ന് ചൂരച്ചെടിയുടെ കീഴിൽ ആരും പോയി ഇരിക്കരുത് എന്ന് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുക. ഓ കർത്താവ് പകർന്നു തന്ന അധികാരത്തെ പാതാള ഗോപുരം ജയിക്കത്തില്ലെന്ന് പറഞ്ഞ സഭയെ നോക്കി ഇന്ന് ദൈവാത്മാവ് വേദനിക്കുകയാണ്. ഓ ഇത് രാത്രി
ഞാൻ ആ വിഷയത്തെ തൊട്ടപ്പോഴേ ദൈവാത്മാവ് വേദനിക്കുക. എന്താ വലിയ അത്ഭുതങ്ങളിൽ കൂടെ കടന്നു വന്നവരാ ഇന്ന് അതെല്ലാം മറന്നിട്ട് എവിടെയോ കിടക്കുന്ന 2 മന്ത്രവാദത്തിന്റെ പിക്ചർ എടുത്തു വെച്ച് വേദനിക്കുന്നത്. ഹല്ലേലൂയ. ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ പോയത് തീ ഇറക്കിയവനാ, ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിയവനാ, ബാലിന്റെ ശക്തിയെ ഇല്ലാതാക്കിയതാ. പക്ഷെ ഇസബേലിന്റെ ഒരു വാക്ക് കേട്ടപ്പോ ഹല്ലേലൂയ, ദൈവസഭ അനേകം പ്രശ്നങ്ങളിൽ കൂടെ പോയതാ. അനേക ദുർമന്ത്രവാദ ശക്തിക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ വിട്ടുപോയതാ. ആ സഭയിലുള്ളവര്, ആ സഭാ വിശ്വാസികളൊക്കെ ഇന്ന് ഏതിനെയോ കണ്ട് ഭയക്കുകയാണ്. ഹല്ലേലൂയ. ഇല്ല ദൈവമക്കളെ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു ജനത്തെ ദൈവാത്മാവ് അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അടുത്ത അന്ത്യകാല ശുശ്രൂഷയുടെ ശുശ്രൂഷകരാക്കി തീർക്കുവാൻ ഇന്ന് ഏലിയാവ് വീണ്ടെടുത്ത് വീഴാതിരിക്കുവാൻ എലീശ പറഞ്ഞതാ, എനിക്ക് ഇരട്ടി നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. എനിക്കറിയത്തില്ല ഏലീശയ്ക്ക് അത് ഹൃദയത്തിൽ തോന്നിയതാണോ ദൈവാത്മാവ് കൊടുത്താണോ. എനിക്ക് എന്റെ ഒരു ചിന്തയിൽ അത് ദൈവാത്മാവ് അവന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വാഞ്ചയെ ഇട്ടുകൊടുത്തു. എന്തിനെന്നോ, ഹല്ലേലൂയ, അവനെ അഭിഷേകം ചെയ്ത വ്യക്തി എവിടെയോ ഒന്ന് വീണ് പോയെടുത്ത് നീ വീഴല്ല എന്ന ആഗ്രഹത്തോടെ ഇന്ന് അതേ കാര്യം ദൈവാത്മാവ് സഭയോട് ഉണർത്തിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളവർ ചെയ്തതല്ല, അതിലും ഇരട്ടി ചെയ്യുവാൻ, അതിലും ഇരട്ടി ചെയ്യുവാൻ. ഇസബേലിൽ ശക്തിയുടെ വാക്ക് കേട്ട് ചൂരച്ചെടിയുടെ കീഴിൽ ചെന്നിരുന്ന് കർത്താവേ നീ എന്നെ എടുത്താ മതി എന്ന് പറഞ്ഞ ഒരു ഏലിയാവിനെ പോലെ അല്ല, ഇരട്ടി പങ്കോടെ വന്ന ഏലീശയുടെ അസ്ഥിയിൽ തൊട്ടാൽ തൊടുന്നവൻ ജീവൻ പ്രാപിക്കത്തക്ക രീതിയിൽ ഏലിയ പറഞ്ഞു, മടുത്തു കർത്താവേ എന്നെ എടുത്താ മതി എന്ന്. പക്ഷെ ഏലീശയോ അവന്റെ സമയം കഴിഞ്ഞ് അവൻ മരിച്ച് അവന്റെ അസ്ഥിയിൽ ആരി മരിച്ചവൻ പോയി തൊട്ടാൽ അവൻ ജീവിക്കും. എന്താ ഒരു ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. എങ്കിൽ ദൈവമക്കളെ, നമുക്ക് ഇരട്ടിയും പോരാ. നാം നിൽക്കുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഇരട്ടിയും പോരാ, ഒരു 100 ഇരട്ടിയെങ്കിലും കർത്താവേ എന്റെ മേൽ പകരണമേ എന്ന്. ഹല്ലേലൂയ. ബില്ലി ഗ്രാമും റെയ്നാൾഡ് ബോങ്കയൊക്കെ ചെയ്ത കഴിഞ്ഞ ജനറേഷൻ ചെയ്തത് വലിയ കാര്യമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലെ ജനത്തെ അവർ ക്രിസ്തുവിൽ കൊണ്ടുവന്നത്. പക്ഷെ മുഴുവൻ ലോകത്തിലെ മാനവകുലത്തെ എടുത്തു നോക്കിയാ അതൊന്നുമല്ല. ഹല്ലേലൂയ, അതൊന്നുമല്ല. ഈ അന്ത്യനാളുകളിൽ ഹല്ലേലൂയ അത് പോരാ നമുക്ക്. അവരുടെ മേൽ വ്യാപരിച്ചതിലും ഹല്ലേലൂയ ഒരു 100 ഇരട്ടിയെങ്കിലും ഇല്ലാതെ ഹല്ലേലൂയ ഈ കാലഘട്ടത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ രാജ്യത്തെ സ്ഥാപിക്കുവാൻ ഹല്ലേലൂയ. അവരുടെ കാലഘട്ടത്തിൽ 1000 പേരിൽ ഒരുവനെ എടുത്ത് 1000 പേരെ എടുത്തിട്ട് ഹല്ലേലൂയ അതിൽ കഞ്ചാവോ ഡ്രഗ്സോ യൂസ് ചെയ്യുന്നവനെ നോക്കിയാൽ ഒരു വ്യക്തി കാണും. ഈ കാലഘട്ടത്തിൽ 1000 പേരെ എടുത്താൽ 800 പേരെങ്കിലും കാണും. കാരണം ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ ആത്മീയ അന്തരീക്ഷം അല്ല. ഈ കാലഘട്ടത്തിൽ ആ അഭിഷേകം പോരാ. ഈ കാലഘട്ടത്തിൽ പുതിയൊരു അഭിഷേകം അവരിൽ വ്യാപരിച്ചിരുന്നതിനേക്കാൾ ഇന്ന് സ്വർഗം ഹല്ലേലൂയ അടുത്തൊരു ഇലക്ഷൻ സ്വർഗത്തിൽ നടക്കുക. ഞാൻ ആരെ വിടേണ്ടോ, ഞാൻ ആരെ തിരഞ്ഞെടുക്കും, എന്റെ വേലയ്ക്കായി എന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെ എനിക്ക് ലഭിക്കുമോ എന്ന് എന്റെ ഹൃദയം അറിഞ്ഞ് വേല ചെയ്യുന്നവരെ എനിക്ക് ലഭിക്കുമോ എന്ന് അടിയനിതാ എന്ന് പറയുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. അടിയനിതാ. കർത്താവായ യേശു പറഞ്ഞു ഹല്ലേലൂയ
ഒരു വേലക്കാരനെ കൊണ്ട് ഇത് തീരത്തില്ല. അനേകം വേലക്കാർ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. പറയാൻ പറ്റുമോ? കർത്താവേ, ഈ കാലഘട്ടത്തിൽ അനേകം വേലക്കാരെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങ് തിരഞ്ഞെടുക്കുമ്പോൾ എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ സഭയെ, എൻ്റെ ബന്ധുക്കളെ ഒരാളെ പോലും വിടാതെ അങ്ങയുടെ വേലയ്ക്കായി ഈ ഒരു വേദനയോടെ വേല ചെയ്യുവാൻ തിരഞ്ഞെടുക്കണമേ. ഏതോ ഒരു വ്യക്തിയുടെ ഇലക്ഷന് വേണ്ടി എന്തുമാത്രം വേദനിച്ചു, എന്തുമാത്രം ടെൻഷൻ എടുത്തു, എന്തുമാത്രം ദുഃഖമുണ്ടായി. ഇന്ന് ഈ പകൽ സമയം കർത്താവേ, അങ്ങയുടെ ദൈവരാജ്യത്തിന്റെ പണിയെ ഓർത്തിട്ട് എനിക്കൊരു വേദനയുണ്ട്. ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനം ചിന്നിയതും ചിതറിയതുമായി കിടക്കുന്ന കാണുമ്പോൾ എനിക്കൊരു വേദനയുണ്ട്. വേദനയുള്ളവർ ഒരു നെഹമ്യാവിനെ പോലെ മുട്ടുമേൽ നിന്ന് കരയാൻ തയ്യാറാണോ? ഇടവിടാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? തന്റെ ജനത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഒരു ദാനിയേൽ നിലവിളിച്ചതുപോലെ, ദാനിയേലേ, സിംഹത്തിന് നിന്നെ ഒതുക്കാൻ കഴിഞ്ഞില്ലേ? ഇല്ല. എന്താ കാര്യം? എന്റെ ഉള്ളിൽ ഒരു വേദന കിടക്കുകയാ. ദൈവത്തിന്റെ ജനം അടിമത്തത്തിലാ. ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയെ നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ലേ? ഇല്ല. കാരണം ഞാൻ ഈ വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ തടയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നീ വേദനയോടെ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നീ ആരാധിക്കാൻ തുടങ്ങിയാൽ, നിന്റെ സഭ നീങ്ങാൻ തുടങ്ങിയാൽ, ദൈവമക്കളെ, നമ്മുടെ സഭയെ നിർത്തുവാനോ, നമ്മുടെ ആരാധനയെ നിർത്തുവാനോ, നമ്മുടെ ശുശ്രൂഷകളെ അവസാനിപ്പിക്കാനോ ഒരു ഭരണത്തിനോ ഒരു ശക്തിക്കോ കഴിയത്തില്ലെന്ന്. ഓ ഹല്ലേലൂയ. ഇനി എന്ത് സംഭവിക്കും? ഇനി ആരാധന എങ്ങനെയാവും? പ്രാർത്ഥന സ്വാതന്ത്ര്യം ലഭിക്കുമോ? ഹല്ലേലൂയ. മിഷണറി വർക്കുകൾ നടക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് നിന്റെ ഉള്ളിൽ ഈ വേദന ഉണ്ടെങ്കിൽ നിന്നെ തടയുവാൻ, നിന്നെ പൂട്ടുവാൻ പറ്റിയ ഒരു തടവറയും, നിന്നെ ബന്ധിക്കാൻ പറ്റിയ ഒരു ചങ്ങലയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. കാരണം സകലത്തിനും മീതെ അത്യുന്നതനായവൻ, രാജാതിരാജാവ്. ഹല്ലേലൂയ. നാം രാജാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രാജാക്കന്മാരെ വാഴുന്ന ഒരു രാജാതിരാജാവുണ്ട് നമുക്ക്. ഹല്ലേലൂയ. നീ രാജാവിന്റെ ഇഷ്ടമോ, രാജാവ് ആരെന്നോ അന്വേഷിക്കാൻ പോയില്ലെങ്കിലും രാജാതിരാജാവ് ആരെന്നറിഞ്ഞാൽ, ഓ ആ രാജാതിരാജാവിന്റെ ഇഷ്ടം നീ തിരിച്ചറിഞ്ഞാൽ നിന്നെ തടയുവാൻ ആരെ കൊണ്ട് കഴിയത്തില്ലെന്ന്. സവാധികാരം മറന്നു പോകരുത്. നാം ആരെന്ന് മറന്നു പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ സകല ആഗ്രഹത്തെ നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവിഷ്ടം ചെയ്യുക എന്നതാണെങ്കിൽ അതിനെ തടയുവാൻ കഴിയത്തില്ല. ഏത് രാജാവ് കയറിയാലും രാജാതിരാജാവ് നീർത്തോട് പോലെ അവരുടെ ഹൃദയങ്ങളെ മാറ്റാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഓ, ഒരു പൗലോസിനെ കൊല്ലണമെന്നും ഇല്ലാതാക്കണമെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയ രാജാക്കന്മാർ അവന്റെ മുമ്പിൽ ഇരുന്ന് ദൈവവചനം കേട്ടതുപോലെ, ഓ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഏതിനൊക്കെയോ കണ്ട് ഭയപ്പെടുവാനല്ല, അങ്ങയുടെ സഭ ഇന്ന് അധികാരത്തിൽ കയറുവാൻ, തകർന്ന മതിലുകളെ പണിയേണ്ടതിനൊന്ന് കരഞ്ഞാൽ,
അതിനെ പണിയുവാൻ നിന്നെ കരുത്തിലെടുക്കുന്ന ദൈവമുണ്ട്. ഓ ശാലാഖവ, എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്നെ കരത്തിലെടുക്കണമേ, എന്നെ അങ്ങയുടെ കരത്തിലെടുക്കണമേ, അങ്ങയുടെ കരങ്ങൾ കൊണ്ട് എന്നെ നടത്തി വഹിക്കണമേ എന്നൊക്കെ. നിനക്ക് ഈ വേദനയുണ്ടോ? അവൻ എടുക്കാതിരിക്കത്തില്ല. ഈ ദൈവത്തിന്റെ ദൈവവേലയെ കുറിച്ച് ജനത്തെ കണ്ടിട്ടും ഈ ഭാരമുണ്ടെങ്കിൽ അവൻ തന്റെ കരങ്ങളിൽ നിന്നെ എടുത്തിരിക്കും. ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, ഈ വേദന ഒന്ന് കുറയാതെ 40 അടി 5 പ്രാവശ്യം ലഭിച്ചിട്ടും 3 പ്രാവശ്യം കപ്പൽ ഛേദമുണ്ടായിട്ടും മൃഗയുദ്ധം ചെയ്തിട്ടും മനുഷ്യരിൽ നിന്ന് പ്രശ്നമുണ്ടായിട്ടും കടലിൽ ആപത്ത്, കരയിലെ ആപത്ത്, മനുഷ്യരിൽ നിന്ന്, കള്ള സഹോദരന്മാരിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, തടവറയിലിട്ടിട്ട് ഇതിനൊന്നും എന്നെ ബലഹീനനാക്കാൻ കഴിഞ്ഞില്ല എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ, കർത്താവേ, അതുപോലെ അല്ല, അതിലും ഇരട്ടിയായി ഈ അന്ത്യനാളുകളിൽ എന്റെ മേൽ മാത്രം പോരെ കർത്താവേ എന്ന് പറ. എന്റെ തലമുറയുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ അകത്ത് ഓരോ വ്യക്തിയുടെ മേൽ, എന്റെ സഭയ്ക്കകത്ത് ഓരോ വ്യക്തിയുടെ മേൽ നീ വലിപ്പ ചെറുപ്പം നോക്കണ്ട. അവൻ ഉയർന്നു പോകുമോ, എവൻ താഴ്ന്നു പോകുമോ, അതല്ല. ദൈവരാജ്യം സ്ഥാപിതമാകണം. അതിനാരെയൊക്കെ ദൈവം ഉപയോഗിക്കുമോ അവരെല്ലാം ഉപയോഗപ്പെടണം. എന്നെ ഉപയോഗിക്കണം കർത്താവേ, എന്റെ തലമുറകളെ ഉപയോഗിക്കണം, എന്റെ കൂടെ ആരാധിക്കുന്നവരെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, എന്റെ ബന്ധുക്കളെ ഉപയോഗിക്കണമേ. അവർ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ ഏതെന്നൊന്നും നീ ചിന്തിക്കണ്ട. നീ നിലവിളിക്കുക, നീ പ്രാർത്ഥിക്കുക. ഓ, സത്യമറിയാതെ ആരും പോകരുതേ. അന്ത്യനാളുകളിൽ കർത്താവേ, ന്യായവിധി സമയത്ത് ആരും ആ കെടാത്ത തീയിലേക്ക് പോകാതെ അങ്ങയുടെ സൃഷ്ടിയായ സകല മനുഷ്യനും കർത്താവേ, സകല വ്യക്തികളും കർത്താവേ അങ്ങയോടൊപ്പം ഇരിക്കേണ്ടത്. കർത്താവായ യേശു പറഞ്ഞു, 100 എണ്ണം ഉണ്ടെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ എനിക്ക് വേദനയാ. എത്ര കോടി ജനമുണ്ടെങ്കിലും ഒരാത്മാവ് നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിന് അത് വേദന തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് ചുരുക്കം വരെ ഉള്ളു കർത്താവിനോട് കൂടെ പോകാൻ. അനേകർ, ഹല്ലേലൂയ, ഒരു 80-70% ആൾക്കാരും കെടാത്ത തീയിലേക്കാണ്. കാരണം അവർക്കറിയത്തില്ല ഏതാ ശരി, ഏതാ തെറ്റെന്ന്. അവരെ ഓർത്തൊന്ന് ഭാരപ്പെടുവാൻ, അവരെ ഓർത്ത് കർത്താവ് വേദനിക്കുന്ന വേദന ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിക്കുവാൻ. നിനക്ക് അധികം ബലമോ ശക്തിയോ ഒന്നും വേണ്ട. നീ ഒരു പ്രാർത്ഥന പോരാളിയായി തീരാമോ? ഹല്ലേലൂയ. ദേശങ്ങളെ ഓർത്ത്, രാജ്യങ്ങളെ ഓർത്ത്, വ്യക്തികളെ ഓർത്ത്, ഹല്ലേലൂയ, അവരെല്ലാം കർത്താവിൽ വരണമെന്ന ആഗ്രഹത്തോടെ നീ കരയാൻ തയ്യാറാണെങ്കിൽ അവരെ വിടുവിക്കുവാൻ ദൈവശക്തി. പക്ഷെ കരയാൻ ആരുണ്ട്? ആ വേദന ഏറ്റെടുത്താൽ അനേകർ വീണുപോകും, എന്നാൽ നീ വീഴത്തില്ല. അനേകർ വിശ്വാസം ത്യജിച്ചോടും, നീ ത്യജിച്ചോടത്തില്ല. പ്രാർത്ഥിച്ചോട്ടെ, വായുകളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ
അടിയനിതാ നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ കർത്താവേ അടിയങ്ങളിതാ കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ എടുക്കണം ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ എടുക്കണമേ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ച വിളിക്കായി എനിക്കായി വേർതിരിപ്പീൻ അവർക്ക് വേണ്ടി നിന്നല്ല എനിക്കായി വേർതിരിപ്പീൻ എന്ന് പറഞ്ഞ കർത്താവേ ഞങ്ങളെ ഇന്ന് അങ്ങയ്ക്കായി ഒന്ന് വേർതിരിക്കണം അങ്ങയ്ക്കായി അങ്ങയുടെ വേലയ്ക്കായി കർത്താവേ എത്രയധികം അഭിഷേകവും ആത്മശക്തി വേണമെന്ന് അങ്ങയ്ക്കറിയാം അതിനനുസരിച്ച് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണം ഞങ്ങളെ ഉപയോഗിക്കണമേ ഞങ്ങളുടെ ദേശങ്ങളെ കുറിച്ചും വ്യക്തികളെ കുറിച്ചും ആത്മാക്കളെ കുറിച്ചല്ല വലിയ ദാഹവും വേദനയും ആ വേദനയോടെ പ്രാർത്ഥിക്കുവാൻ ഉള്ളൊരു മനസ്സിനെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർ കർത്താവെ കഴിഞ്ഞ നാളുകളിലൊക്കെ ലക്ഷ്യന്റെ കാര്യത്തിനോ ഒന്നിനും ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല സമയമായി പലർക്കും അത് ബുദ്ധിഭ്രമം പോലെ തോന്നിയിട്ടുണ്ട് കർത്താവെ ഞങ്ങളുടെ ലക്ഷ്യം അതല്ല ഞങ്ങളുടെ ലക്ഷ്യം അങ്ങയുടെ രാജ്യമാണ് അതിന്റെ സ്ഥാപിതമാകേണ്ടതാ ഞങ്ങളുടെ ഇഷ്ടം അങ്ങ് രാജാതിരാജാവായി വാഴുന്നതാ ഞങ്ങളുടെ ഇഷ്ടം ഏതെങ്കിലും ഒരു വ്യക്തി വാഴുന്നതിനേക്കാൾ ഞങ്ങളുടെ കർത്താവ് രാജാതിരാജാവായി വാഴുന്നത് ഞങ്ങളുടെ ഉള്ളിൽ വാഴുന്നത് ഞങ്ങളുടെ ദേശത്ത് വാഴുന്നത് ഞങ്ങളുടെ സഭയിൽ വാഴുന്നത് ഞങ്ങളുടെ കുടുംബത്തങ്ങ് വാഴുന്നത് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ രാജാതിരാജാവായി ഞങ്ങളുടെ യേശു കർത്താവ് വാഴുന്നത് കാണുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ സകല ഇരുളുകളും വഴിമാറി വെളിച്ചമായവൻ പൂർണ്ണ അധികാരത്തോടെ വാഴുന്നത് കാണുവാൻ സകല ആത്മാക്കളും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ
അതിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓസിനെ ചന്തം പോട്ടൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ല കർത്താവേ, ഹല്ലേലൂയ. കർത്താവെ, ഈ ദിവസത്തിലും തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവെ അങ്ങ് ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി അങ്ങേ സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. ഞങ്ങളുടെ അകൃത്യങ്ങളെല്ലാം കർത്താവെ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ലംഘനങ്ങളെല്ലാം കർത്താവെ ഹല്ലേലൂയ അങ്ങ് മാറ്റിക്കളഞ്ഞ് കൃപകൾക്കായി അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹാലേ, ഞങ്ങളെ എത്രയും സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഹല്ലേലൂയ. ചിതറിപ്പോയ ആടുകളെ ഓർത്ത് ഹല്ലേലൂയ വേദനിച്ചതായ കർത്താവെ, ആ ഒരു ഭാരം ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണോ ദൈവം പാലാണോ എന്ന് ഹല്ലേലൂയ രണ്ട് വെള്ളത്തിൽ ഹല്ലേലൂയ ചവിട്ടി നടക്കുന്നതായ അവസ്ഥയിലായിരിക്കുന്ന ജനത്തെ ഓർത്ത് വേദനിച്ച് എലിയാവ് ഹല്ലേലൂയ, ഹല്ലേലൂയ തൻ്റെ സകല വേദനയിലും ഹല്ലേലൂയ കർത്താവിൻ്റെ ഹിതം ചെയ്യുന്നത് മാത്രം ഹല്ലേലൂയ ലക്ഷ്യമാക്കി ഹല്ലേലൂയ ഒരു പൗലോപ്പോസ്തലനെ പോലെ കർത്താവെ ഈ ദിവസത്തിലും ആത്മാക്കളെ കുറിച്ചുള്ള ഹല്ലേലൂയ മലിനതയിലും മ്ലേച്ഛതയിലും ഹല്ലേലൂയ ആയിരിക്കുന്നതായ ഹല്ലേലൂയ ഈ ഒരു ഹല്ലേലൂയ തലമുറയെ ഓർത്ത് ഹല്ലേലൂയ കർത്താവെ വേദനിക്കുന്നതായ ഒരു ഹൃദയം ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങ് പകരണമേ. അങ്ങയുടെ ഹല്ലേലൂയ തിരുഹിതം ഇന്നതെന്ന് അറിഞ്ഞ് ഹല്ലേലൂയ കർത്താവെ ഭൂമിയുടെ അറ്റത്തോളം കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ ഹല്ലേലൂയ സുവിശേഷവുമായി ഹല്ലേലൂയ ഞങ്ങളെ അയക്കണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിനെ കുറിച്ചുള്ള ഒരു ഭാരം, ന്യായവിധിയെ കുറിച്ചുള്ള ഹല്ലേലൂയ ഒരു തിരിച്ചറിവ് ഹല്ലേലൂയ ലഭിച്ചവരായി ഹല്ലേലൂയ, ഹല്ലേലൂയ ആത്മാക്കളെ നേടത്തക്കവണ്ണം ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ യൂസ് ചെയ്യണമേ. ഹല്ലേലൂയ. ഈ വചനം കേട്ട ഓരോ ജനത്തെയും കർത്താവെ അങ്ങ് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. തിരുഹിതം ചെയ്യുന്നത് തന്നെ ഞങ്ങൾ ലക്ഷ്യമാക്കി ഹല്ലേലൂയ അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമേ. വരും ദിവസങ്ങൾക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ കർത്താവിനായി ശോഭിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ ഹല്ലേലൂയ അങ്ങ് ഇടയാക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നാമോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും നാം കേട്ട തിരുവചനത്തിന്മേലും ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന.